അനധികൃത കുടിയേറ്റം യൂറോപ്പിന്റെ അഖണ്ഡതയെ തകർത്തുകൊണ്ട് വലിയ പ്രതിസന്ധി തീർക്കുവാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. പാശ്ചാത്യർ പൊതുവെ അവലംബിക്കുന്ന മനുഷ്യത്വത്തിൻ്റെയും ലിബറൽ നയങ്ങളുടെയും ക്രൈസ്തവ സംസ്കാരത്തിൻ്റെയും മറപറ്റി യൂറോപ്പിലേക്ക് കടന്നുകൂടുന്ന കുടിയേറ്റക്കാരിൽ കുറേ പേർ കൃത്യമായ അജണ്ടകൾ ഒളിപ്പിച്ച് പിടിച്ചാണ് കുടിയേറ്റം നടത്തുന്നതെന്ന് താമസം വിന തെളിയുന്നതിനാൽ അനധികൃതമായി കുടിയേറുന്ന ഇത്തരക്കാർ യൂറോപ്പിനെ കൊണ്ടെത്തിക്കുന്നത് ഭീകരമായ അന്തരീക്ഷത്തിലേക്കാണ്. അത്തരത്തിൽ അനധികൃതമായ കുടിയേറ്റക്കാരുടെ കുത്തൊഴുക്കിനെ തുടർന്ന് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തെക്ക് പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യമായ സ്പെയിൻ. യൂറോപ്പിന്റെ തെക്കൻ കവാടമായ സ്പെയിനിലെ സെവുറ്റായിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അനധികൃത കുടിയേറ്റവും ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റിയിരിക്കുന്നത്. വടക്കേ ആഫ്രിക്കയിലുള്ള സ്പാനിഷ് അധീന പ്രദേശമായ സെവൂറ്റായിലേക്ക് മൊറോക്കോയിൽ നിന്ന് ആയിരക്കണക്കിന് അഭയാർത്ഥികൾ കൂട്ടത്തോടെ അതിക്രമിച്ച് കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനുമായി അതിർത്തി പങ്കിടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ അപൂർവം സ്പാനിഷ് പ്രദേശങ്ങളിൽ ഒന്നാണ് സെവൂറ്റ. അതിനാൽ തന്നെ ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്ന അഭയാർത്ഥികളുടെ പ്രധാന പാതകളിൽ ഒന്നാണിത്. കുടിയേറ്റക്കാർ കടൽ നീന്തിക്കടന്നും അതിർത്തിവേലി തകർത്തും ചരക്ക് വാഹനങ്ങളിൽ കുത്തി നിറഞ്ഞു കയറിയുമാണ് സ്പെയിനിലേക്ക് പ്രവേശിച്ച് യൂറോപ്പിലൊക്കെ എത്തുന്നത്. ഈ തള്ളിക്കയറ്റത്തെ തുടർന്ന് നിരവധി പേർ മരിക്കുകയും നൂറുകണക്കിന് ആളുകൾ തെരുവുകളിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കടൽ യാത്രയ്ക്കിടെ കുറഞ്ഞത് 9 പേർ മരിച്ചതായ റിപ്പോർട്ടുകളുണ്ട്. ചിലർ മുങ്ങി മരിക്കുകയും ചിലർ പിന്നീട് കടലിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. സ്ഥിതിഗതികൾ അതിരൂക്ഷമായതോടെ സെവൂറ്റായിലെ പ്രാദേശിക ഭരണകൂടം മാനുഷിക സുരക്ഷ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ സ്പെയിൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും സ്പെയിൻ ആവശ്യം നിരാകരിച്ചിരിക്കുകയാണ്. കടലിൽ വെച്ച് പിടികൂടുന്ന അഭയാർത്ഥികളെ ഉടനടി തിരിച്ചയക്കുവാൻ പാടില്ലെന്ന് അടുത്തിടെ സ്പെയിൻ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി മനുഷ്യക്കടത്തുകാർ ദുരുപയോഗം ചെയ്താണ് പെട്ടെന്നുള്ള ഈ വലിയ കടന്നുകയറ്റത്തിന് കാരണമായി സ്പാനിഷ് സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ സ്പെയിൻ മാത്രം നേരിടുന്ന പ്രശ്നമല്ല, മറിച്ച് യൂറോപ്പിനെ മുഴുവൻ ആഴത്തിൽ ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും വർഷങ്ങളായി അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും സ്വീകരിച്ചു വരുന്നു. യുദ്ധം, ആഭ്യന്തര കലാപം, ദാരിദ്ര്യം, രാഷ്ട്രീയ പീഡനം തുടങ്ങിയ കാരണങ്ങളാൽ സ്വന്തം രാജ്യങ്ങൾ വിട്ടു പോകേണ്ടി വരുന്ന നിരവധി ആളുകൾക്ക് യൂറോപ്പ് സുരക്ഷിതമായ അഭയ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. എന്നാൽ നിയമാനുസൃത അഭയാർത്ഥികളോടൊപ്പം അനധികൃതമായി അതിർത്തി കടക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നതായി വിവിധ യൂറോപ്യൻ സർക്കാരുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരക്കാരിൽ കുറെ പേർ ആസൂത്രിതമായ അജണ്ടകളോടെയാണ് അഭയാർത്ഥികളായി എത്തുന്നത്. ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾ അതിർത്തി മറികടക്കുമ്പോൾ അവരുടെ തിരിച്ചറിയൽ, പശ്ചാത്തലം, സുരക്ഷാ പരിശോധന എന്നിവ നടത്തുക ദുഷ്കരമാകുന്നതിനാൽ അത് മുതലെടുക്കുന്ന രീതികളാണ് പതിവാകുന്നത്. ഭൂരിഭാഗം കുടിയേറ്റക്കാർ സുരക്ഷിത ജീവിതം തേടുന്ന സാധാരണക്കാരായിരിക്കാം. എന്നാൽ അതേ വഴികൾ ചില മത തീവ്രവാദ സംഘങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നത്. അനധികൃതമായി കുടിയേറുന്നവരുടെ താമസം, ആരോഗ്യ പരിചരണം, വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹ്യ സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിവയ്ക്ക് വലിയ തുക കണ്ടെത്തേണ്ടി വരുന്നതോടെ തദ്ദേശീയരായ യൂറോപ്യരുടെ ഭാവിയെ കൂടെ അത് ബാധിക്കുകയാണ്. ഇതുമൂലം ചില യൂറോപ്യൻ നഗരങ്ങളിൽ സാമൂഹ്യ സംഘർഷങ്ങളും രാഷ്ട്രീയ ധ്രുവീകരണങ്ങളും ശക്തമായതായി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിർത്തി നിയന്ത്രണം ശക്തമാക്കണമെന്നും അനധികൃത കുടിയേറ്റം തടയണമെന്നും ആവശ്യപ്പെടുന്ന പാർട്ടികൾക്ക് പല രാജ്യങ്ങളിലും കൂടുതൽ ജനപിന്തുണ ലഭിക്കുന്നതായി തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുമ്പോൾ, മറുവശത്ത് മനുഷ്യാവകാശ സംഘടനകൾ യുദ്ധവും പീഡനവും കാരണം രാജ്യം വിട്ടു പോകുന്നവർക്ക് അന്താരാഷ്ട്ര നിയമപ്രകാരം സംരക്ഷണം ലഭിക്കേണ്ടതുണ്ടെന്ന് വാദിക്കുന്നവരും കൂടുകയാണ്. ഏതായാലും അനധികൃത ആസൂത്രിത കുടിയേറ്റം ഇത്തരത്തിൽ പെരുകുന്നതിനാൽ ക്രൈസ്തവ യൂറോപ്പിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. വലിയ തോതിലുള്ള കുടിയേറ്റം ജനസംഖ്യാപരവും സാംസ്കാരികവുമായ മാറ്റങ്ങൾക്ക് കാരണമാകുകയും അങ്ങനെ യൂറോപ്പിനെ ഇസ്ലാമികവൽക്കരിക്കുവാനുള്ള ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ടയുടെ വേഗത കൂടുകയും ചെയ്യുകയാണെന്നാണ് ചില ക്രൈസ്തവ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ആരോപിക്കുന്നത്. ഏതായാലും അനധികൃത കുടിയേറ്റക്കാരോട് ഉദാരമായ സമീപനം കാട്ടിയിട്ടുള്ള ഇതര യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് നേരിട്ട പ്രതിസന്ധി അത്ര ശുഭകരമായ അനുഭവമല്ല യൂറോപ്പിന് നൽകുന്നത്.